കലാമണ്ഡലത്തില് ഓട്ടംതുള്ളൽ പഠിച്ച ഒരുത്തി. ഇവള് ഓട്ടംതുള്ളലാണ്. എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പിന്നീടാണ് അത് അറിഞ്ഞത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം. മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബില് ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ, അതെല്ലാരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസ് ഒക്കെ നടന്ന നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കുന്ന, അതായത് മണികണ്ഠൻ അസാധ്യ കലാകാരൻ, നിയാസ് അസാധ്യ, ബാബുബക്കറുടെ മകൻ നിയാസ് അസാധ്യ കലാകാരൻ, പിന്നെ ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നല്ല മർമ്മ സംസാരിക്കുന്ന ഭയങ്കര ആർട്ടിസ്റ്റാണ്. പിന്നെ ആരാ അതിലെ 3-4 പേരുണ്ട്. എല്ലാവരുടെ പേരും എനിക്ക് അറിഞ്ഞില്ല. അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി. അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൂത്ത കവളും ആകപ്പാടെ ഉരുണ്ടു പുരണ്ടിരിക്കുന്ന ഒരുത്തി. ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്താ അറിയോ? അതായത് ഈ സ്ത്രീ, ഞാൻ പുരുഷനാന്ന് പറഞ്ഞല്ലോ അടി, അതിന് നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട്. ഇതെല്ലാം എന്റെ ഫോണിലുണ്ട് കേട്ടാ. നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നുള്ള നീ വിചാരിച്ചില്ല അല്ലേ? വിചാരിച്ചാ? നീ ഇത് കേക്കണം. അതിന് തന്നെയാണ് ഞാൻ പറയണത്. ഈ സ്ത്രീ എനിക്ക് കേസുള്ള എന്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാ. എന്തു പറ്റി കളിക്കാൻ? കളിക്കാൻ പാടില്ലാത്ത? നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടം തുള്ളലെടുത്തേ? എന്നിട്ട് നീ എന്തൊന്ന് തുള്ളിക്കൊണ്ട് നടക്കണം? ഇപ്പോ നീ ഓട്ടം തുള്ളലാണോ തുള്ളുന്നേ? ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ അൻവർ ഷാ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, അന്നേരം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊന്നുമല്ല, എല്ലാം തികഞ്ഞ ലോകത്തിലെ ഏക സ്ത്രീയായ കുലസ്ത്രീ, ഇപ്പോഴും 10ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മുടെ സത്യഭാമ, കലാമണ്ഡലം സത്യഭാമ. ഇവർക്ക് എങ്ങനെ കലാമണ്ഡലം എന്ന് പേരിട്ട് നമ്മൾ വിളിക്കും? ഒരു കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരു കലാകാരി എന്ന നിലയിൽ അവരുടെ നാക്കിൽ നിന്നും വീഴേണ്ട വാക്കുകളല്ല വീഴുന്നത്. വ്യക്തിപരമായ ഓരോ വ്യക്തികളെയും ആക്ഷേപിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. പണ്ട് കലാഭമണിയുടെ അനിയനെ ആക്ഷേപിച്ചത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അവർ ആക്ഷേപിച്ചിരിക്കുന്നത് മറ്റാരെയല്ല, നമ്മുടെ മണ്ടോദരി മറിമായത്തിൽ, അഥവാ സ്നേഹ ശ്രീകുമാർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ. വളരെ നല്ലൊരു നടിയാണ്. അവരെ ആക്ഷേപിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് ഒരു വീഡിയോ അവരുടെ ഫേസ്ബുക്ക് വഴി വിട്ട്. അപ്പം ആ വീഡിയോ കാണാനിടയായ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം എന്ന് കരുതി. അവർക്ക് മറുപടിയായി സ്നേഹ ശ്രീകുമാർ പറയുന്ന ഒരു വാക്കുകളൂടുണ്ട്, അതുകൂടെ നിങ്ങളൊന്ന് കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കമൻറ്റായി. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് ഇത് എത്തുവാൻ വേണ്ടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എൻ്റെ പ്രിയമുള്ളവരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ, ഇവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും നേരം വെളുത്തത്തില്ല. അത് മാത്രമല്ല, ഇവരുടെയൊക്കെ മനസ്സിലൊരു തമ്പ്രാൻ മനോഭാവം ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ കാലം കഴിഞ്ഞ്. ഇതൊക്കെ 2026 ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം. പൊതുസമൂഹം ഒരുപാട് മാറി, ജനങ്ങൾ ഒരുപാട് മാറി, യുവതലമുറ മാറി. ഇപ്പോഴും നിങ്ങളൊക്കെ തമ്പ്രാട്ടി മനോഭാവമായിട്ടൊക്കെ നടന്നാൽ ആരും മൈൻഡ് ചെയ്യാനില്ല. നിങ്ങളെ ആരും അനുകൂലിക്കത്തുമില്ല. ഇവരെ അനുകൂലിക്കുന്നവർ കാണുമായിരിക്കും ഇവരുടെ അതേ മൈൻഡുള്ളവർ. എന്തായാലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അല്ലെങ്കിൽ നിഷ്പക്ഷമായി നിൽക്കുന്നവർക്കൊന്നും ഇവരെ അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്ത് തന്നെയായാലും ഈ പെണ്ണുപിള്ള പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടല്ലോ. അപ്പോൾ അതിന് മറുപടിയായിട്ട് സ്നേഹ ശ്രീകുമാറിന് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു. ഞാനൊരിക്കലും ഓട്ടംതുള്ളൽ പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ പോയിട്ടില്ല. ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ പോയിട്ടില്ല. ഞാൻ ഓട്ടംതുള്ളലും കഥകളിയൊക്കെ പഠിച്ചിട്ടുണ്ട് വളരെ ചെറുപ്പം മുതലേ തന്നെ. പിന്നെ അവർ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം, ഞാൻ പഠിച്ച മേഖലയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിച്ചത്, എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MA ആൻഡ് MPhil ഇൻ തിയേറ്റർ ആർട്സ് ആണ്. എല്ലാവരും ജോലി എടുക്കുന്നത് കഞ്ഞി കുടിക്കാനും ചോറുണ്ടാനും വേണ്ടിയാണ്, അല്ലാതെ പട്ടിണി എടുക്കാൻ വേണ്ടി ആരും പണിക്ക് പോകില്ലല്ലോ. നീ പിന്നെ വെറുതെ കുത്തിയിരുന്നാൽ പോരെ. എന്നെ ഇത്രയധികം ആളുകൾ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് എനിക്ക് ഈ 2 ദിവസം കൊണ്ടുണ്ടായി. സാധാരണ മനുഷ്യരും ഒരുപാട് എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ എനിക്ക് വേണ്ടി പ്രതികരിച്ചു. അതിൽ എല്ലാ മലയാളികളോടുമുള്ള നന്ദി ഞാൻ പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേര് തന്നെയാണ്. എന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞ എൻ്റെ കഥാപാത്രമാണ്. ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ ഒരാൾ അറിയപ്പെടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് നാണക്കേടല്ല. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയും, ഞാൻ എവിടെ ചെന്നാലും എന്നെ മണ്ടോദരി എന്നും മണ്ടു എന്നും സ്നേഹത്തോടു കൂടി വിളിക്കുന്ന മലയാളികളുണ്ട് എന്നുള്ളത്. ഒരു നിറത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജാതിയുടെയോ അതല്ലെങ്കിൽ ഒരാളുടെ ശാരീരിക പ്രത്യേകതകൾ, ഇപ്പോൾ ഒരാൾക്ക് തടി ഉണ്ടാവും, അല്ലെങ്കിൽ മെലിഞ്ഞിട്ടായിരിക്കും, ഒരാൾ കറുത്തിട്ടായിരിക്കും, ഒരാൾ വെളുത്തിട്ടായിരിക്കും. അതൊന്നും അല്ല കലയുടെ മാനദണ്ഡം, ഒരു കഴിവിൻ്റെ മാനദണ്ഡം എന്ന് ആ രീതിയിലാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഞാൻ പ്രതികരിക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ഒരാളാണ്. അതിൽ അവരുടെ അടുത്ത് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? അപ്പോൾ തുടർച്ചയായി അത്തരം കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നവരുടെ അടുത്ത് നമുക്കൊന്നും പറഞ്ഞ് നേരെയാക്കാനോ അല്ലെങ്കിൽ അതിന് മറുപടി പറഞ്ഞ് നമ്മുടെ സമയം കളയണ്ടെന്നാണ് എനിക്ക് അതിൽ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെനിക്കൊന്നും പറയാനില്ല. അവരങ്ങനെ പറയുന്ന ഒരാളാണ്. അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പം അവരുടെ വീട്ടുകാരാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്.
എന്നുള്ളത്. പിന്നെ അതിൽ പറഞ്ഞ് ഇപ്പം എനിക്കതിൽ ഇതായിട്ട് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ അവർ പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഒരാളെ പറ്റി മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുള്ളൂ എന്ന്. പക്ഷേ എന്നിട്ട് എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു. ഞാനൊരിക്കലും ഓട്ടംതുള്ളൽ പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ പോയിട്ടില്ല, ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ പോയിട്ടില്ല. ഞാൻ ഓട്ടംതുള്ളലും കഥകളിയൊക്കെ പഠിച്ചിട്ടുണ്ട് വളരെ ചെറുപ്പം മുതലേ തന്നെ. പക്ഷെ അത് ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ ഗുരുക്കന്മാരുടെ വീട്ടിൽ പോയി നിന്ന് അങ്ങനെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിന് ഒരിക്കലും ഞാൻ കലാമണ്ഡലത്തിൽ പോയി പഠിച്ചില്ല. അപ്പോൾ അത്തരം തെറ്റിദ്ധാരണകളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അവരവർ പഠിച്ച മേഖലയിലാണോ ഉപജീവനമാർഗം നടത്തുന്നത്, അങ്ങനെ തന്നെ വേണം എന്ന് നിർബന്ധമുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പിന്നെ അവർ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം, ഞാൻ പഠിച്ച മേഖലയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിച്ചത് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MA ആൻഡ് MPhil ഇൻ തിയേറ്റർ ആർട്സ് ആണ്. ഞാനതിൽ MAയും MPhilലും കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതേ മേഖലയിൽ തന്നെയാണ് ഞാനിപ്പോൾ ജോലി എടുക്കുന്നത്. പിന്നെ എല്ലാവരും ജോലി എടുക്കുന്നത് കഞ്ഞി കുടിക്കാനും ചോറുണ്ടാനും വേണ്ടിയാണ്, അല്ലാതെ പട്ടിണി എടുക്കാൻ വേണ്ടി ആരും പണിക്ക് പോകില്ലല്ലോ. പിന്നെ വെറുതെ കുത്തിയിരുന്നാൽ പോരെ, അങ്ങനെയല്ലല്ലോ. അപ്പം അതിനൊക്കെ എന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ 2 ദിവസം എന്ന് പറയുന്നത് ഞാൻ സൈലൻ്റായി ഇരിക്കുക തന്നെയായിരുന്നു. എനിക്കതിൽ റിപ്ലൈ കൊടുക്കണമെന്ന് ഒരിക്കലും തോന്നിയിട്ടുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ 2 ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറിമായം ഉറപ്പായും 15 വർഷമായി സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ കാരണം മലയാളി പ്രേക്ഷകർ തന്നെയാണ്. അപ്പോൾ അവർക്ക് നമ്മളോടൊരു സ്നേഹമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഈ 2 ദിവസം ഞാൻ മനസ്സിലാക്കി, ഞാൻ വിചാരിച്ചതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടിയാണ് ലോകത്തുള്ള എത്രയോ മലയാളികളാണ് എനിക്ക് വേണ്ടി സംസാരിച്ചത്, എനിക്ക് വേണ്ടി കമന്റ് ഇട്ടത്, എനിക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടത്. എന്നെ ഇത്രയധികം ആളുകൾ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് എനിക്ക് ഈ 2 ദിവസം കൊണ്ടുണ്ടായി. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. പല മേഖലയിൽ നിന്നുള്ളവരാണ് എനിക്ക് വേണ്ടി പ്രതികരിച്ചത് എന്നുള്ളതാണ്. സാധാരണ മനുഷ്യരും ഒരുപാട് എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ എനിക്ക് വേണ്ടി പ്രതികരിച്ചു. അതിൽ എല്ലാ മലയാളികളോടുമുള്ള നന്ദി ഞാൻ പറയുകയാണ്. ഒപ്പം മറിമായം മണ്ടോദരി എന്ന പേര് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേര് തന്നെയാണ്. എന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞ എൻ്റെ കഥാപാത്രമാണ്. ഒരു കഥാപാത്രത്തിന്റെ പേരിൽ ഒരാൾ അറിയപ്പെടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് നാണക്കേടല്ല. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയും, ഞാൻ എവിടെ ചെന്നാലും എന്നെ മണ്ടോദരി എന്നും മണ്ടു എന്നും സ്നേഹത്തോടു കൂടി വിളിക്കുന്ന മലയാളികളുണ്ട് എന്നുള്ളത്. അതിൽ അത്തരം സ്നേഹത്തിന് എനിക്ക് എപ്പോഴും നന്ദി. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. പ്രിയമുള്ളവരെ, അന്നേരം സ്നേഹ ശ്രീകുമാറിന് പറയാനുള്ളത് നമ്മൾ കേട്ടല്ലോ. ഈ സത്യഭാമയ്ക്ക് ആരാണ് വ്യക്തിപരമായി ആൾക്കാരെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ബോഡി ഷേമിങ് നടത്താനുള്ള അനുമതി കൊടുത്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവരെ കാഴ്ചപ്പാടി എല്ലാം തികഞ്ഞ ഒരു സ്ത്രീ അവർ മാത്രമാണ്, ബാക്കി എല്ലാവരും മോശക്കാരുമാണ്. ഇവരുടെ വർത്താനം കേട്ടുകഴിഞ്ഞാൽ ഇവരൊന്നും ഇപ്പോഴും നേരം വെളുക്കാത്ത ഏതാണ്ട് 1950 തന്നെ നിൽക്കുക. 2026 ആയ കാര്യമൊന്നും ഇവർ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. എന്ത് തന്നെ ആയാലും ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം എന്ന് കരുതി അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് എന്ന് സഹകരിക്കുക. അപ്പോൾ വേറൊരു വീഡിയോയും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.